ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് വന്നിരിക്കുക റിയൽമി P1 Pro എന്ന് പറയുന്ന മോഡലാണ്. ഇത് LED കർവ്ഡ് ഡിസ്പ്ലേ തന്നെ മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ LCD പ്ലെയിൻ ഡിസ്പ്ലേ ഇട്ട് കൊടുക്കാൻ പോകുന്നത്, കാരണം കസ്റ്റമറിൻ്റെ കയ്യിൽ ഫണ്ടിൻ്റെ കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഹീറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ബാക്ക് പാനൽ ഊരാം. അത്യാവശ്യം ബാക്ക് പാനലിൽ നേരത്തെ ഇതേപോലെ അയച്ചേക്കുന്ന ഡാമേജ് ഉണ്ടായിട്ട്, അപ്പോൾ നമ്മൾ ഓപ്പണർ വെച്ച് നൈസായിട്ട് വലിയ കാര്യമായിട്ട് ഡാമേജ് വരുത്താതെ ഊരി എടുത്തു. കണ്ട അതിൻ്റെ ബാക്കിലെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രൂ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ക്ലീനർ വെച്ചാൽ പഴയ ഇതൊക്കെ ഇരിക്കണമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് മുകളിലത്തെ പാനൽ നമുക്ക് ഇതേപോലെ ഊരി മാറ്റി വെക്കാം. ഇതാണ് ബാറ്ററിൻ്റെ കണക്ഷൻ. ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്യുക, ലെഗോ കണക്ഷനാണ്, ഡിസ്കണക്ട് ചെയ്യുക. അതിനുശേഷം ബോട്ടൺ സ്പീക്കർ നമുക്ക് ഊരി മാറ്റാം. ഊരി മാറ്റിയതിന് ശേഷം ഇവിടെയാണ് ഡിസ്പ്ലേൻ്റെ കണക്ഷൻ വന്നത്. ഡിസ്പ്ലേൻ്റെ കണക്ഷൻ അങ്ങ് ഡിസ്കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ കണ്ടു, ഇതാണ് LCD പ്ലെയിൻ ഡിസ്പ്ലേ വന്നത്, കർവ്ഡിന് പകരമായിട്ട്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ വെച്ച് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലോക്കൊക്കെ തുറന്ന് ഡിസ്പ്ലേൻ്റെ കോഡെല്ലാം അടിച്ച് ഫോണെല്ലാം ചെക്ക് ചെയ്തു. RGB ടച്ച് എല്ലാം വർക്ക് ചെയ്യണമെന്നൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കണ്ട നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ അങ്ങോട്ട് മാറ്റി വെക്കാം. കണ്ടോ, ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു, പുതിയ ഡിസ്പ്ലേ നമ്മൾ മാറ്റി വെച്ചു. നമ്മൾ കാണിച്ചു തരിയത് എങ്ങനെ കർവ്ഡ് ഡിസ്പ്ലേ ആണെന്ന്. കണ്ടോ, ഈ എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആണ് തന്നെ, കർവ്ഡ് തന്നെ. റിയൽമി P1 Pro ആണ് മോഡൽ. അപ്പോൾ ഡിസ്പ്ലേ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ LCD വന്നതിന് കണ്ട കർവ്ഡിൻ്റെ അവിടെ പ്ലാസ്റ്റിക് പീസ് വന്നാണ് സെറ്റ് ആവണേ. അതുകൊണ്ട് ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല, ഫുള്ള് പക്കയായിട്ട് ഇരുന്നോളും. ഹീറ്റ് ചെയ്ത് നമുക്ക് പഴയ ഡിസ്പ്ലേ ഊരിയെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഹീറ്റ് ചെയ്ത് ഊരിയെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അവിടുത്തെ പഴയ ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടോ, മാറ്റി വെച്ചു. ഗ്ലൂ എല്ലാം കറക്റ്റായിട്ട് ടൈപ്പ് അടിച്ച്, അതേപോലെ തന്നെ ഗ്ലൂ റിമൂവിങ് ടൂൾ വെച്ച് നമ്മൾ ഫുള്ളി റിമൂവ് ചെയ്തിട്ട് പുതിയ പഴയ ഡിസ്പ്ലേൻ്റെ സീല് നമ്മൾ പറിച്ചിട്ട് കറക്റ്റായിട്ട് വെച്ച് കാണിച്ചാൽ ചെയ്ത്. അതിനുശേഷം നമ്മൾ പുതിയ ഡിസ്പ്ലേ ഒട്ടിക്കാൻ വേണ്ടി പുതിയ ഗ്ലൂ ഡിസ്പ്ലേൻ്റെ ബാക്കിലും അതേപോലെ ഫോണിൻ്റെ ഫ്രെയിമിലും ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഗ്ലൂ അപ്ലൈ ചെയ്യരുത്. ഒരുപാട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടച്ചിന് അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് ഇഷ്യൂ വരും. അതെല്ലാ മോഡലിനും അതേപോലെ കേട്ടോ. കണ്ട ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് ഡിസ്പ്ലേൻ്റെ കണക്ഷൻ കണക്ട് ചെയ്യാം. എന്നിട്ട് എക്സസ് ആയിട്ട് ഗ്ലൂ എല്ലാം ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് IP അടിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ബോട്ടൺ സ്പീക്കറിൻ്റെ കണക്ഷൻ, ബോട്ടൺ സ്പീക്കർ വെക്കാം, ബാറ്ററി തിരിച്ച് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ പാനലും വെക്കാം. ഇനി ഇതെല്ലാം ഡയറക്റ്റ് സ്ക്രൂ ചെയ്തെടുക്കാം. സ്ക്രൂ ചെയ്തിട്ട് പഴയ ഗ്ലൂ എല്ലാം ഇരിപ്പുണ്ടെങ്കിൽ ഇനി അതെല്ലാം ക്ലീൻ ചെയ്യുക. ബാക്ക് പാനലിലെയും ബോഡിയുമേ ഇരിക്കണമൊക്കെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് പുതിയ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഫോണുമ്മ തിരിച്ച് ബാക്ക് പാനൽ വെച്ചതിന് ശേഷം പഴയ ഗ്ലൂ ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് റബ്ബർ ബാൻഡ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഫോൺ സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ കർവ്ഡ് ആയിരുന്ന ഫോൺ LCD പ്ലെയിൻ ഡിസ്പ്ലേയിൽ ഇതാക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ LED കിട്ടും, LCD കിട്ടും. പൈസ കുറവാണെങ്കിൽ നമുക്ക് ഇതേപോലെ LCD പ്ലെയിനും ഇടാം.